ഇത്രയും കാലം ഇത്രയും സമയം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ നിൽക്കുക, അതും ഇത്ര ഫോമിൽ നിൽക്കുക എന്നുള്ളത് അടിപൊളിയാണ്. അല്ല, ഈ ലൊക്കേഷനൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, നിങ്ങൾ പഴയ സിനിമാ കഥകളൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. ഇപ്പോൾ ചില സീനൊക്കെ ഒരു സീൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അത് അന്നൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെയാണ് ചെയ്യുക, കുറച്ചൊരു വേറെ മീറ്റർ ആയിരിക്കും. ഇപ്പം ഉമ്മ വെള്ളം കൊണ്ടുവന്നൊക്കെ റൂമിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് അയ്യോ നിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വശമില്ല. അത് അന്നൊക്കെയാണ് കുറച്ചുകൂടി വേറെ മീറ്ററിലാണ് അത് ചെയ്യുക. ഇപ്പം നമുക്ക് ഇങ്ങനെ മാറി, സിനിമ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തന്നെ പറഞ്ഞുതരും. ഈ സിനിമയ്ക്കൊപ്പമുള്ള ഒരു യാത്ര ഇപ്പം സോഷ്യൽ മീഡിയ വലിയൊരു കാലഘട്ടമാണല്ലോ അശ്വൻ ചേട്ടാ. പണ്ടൊന്നും അതില്ലായിരുന്നു. ഇപ്പം അങ്ങനെ ഇൻ്റർവ്യൂസ് പോലും പണ്ടില്ല, വളരെ ചുരുക്കമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ആ കാലഘട്ടം മാറി സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ഒരു കടന്നുകയറ്റം സിനിമയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അശ്വൻ ചേട്ടനൊക്കെ രാവിലെ തൊട്ട് വന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് അശ്വൻ ചേട്ടനൊക്കെ പോലെയുള്ള ആളുകൾ ഉൾക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? അല്ല, അത് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് വരുന്നു, അഭിനയിക്കുന്നു, കാശ് മേടിക്കുന്നു, ഡബ് ചെയ്യുന്നു, പോകുന്നു, അതല്ല. ഇതിൻ്റെ ഒരു ആവശ്യമുള്ള ഘടകമാണ്. കാരണം പ്രൊമോഷൻ ഒരു സിനിമയ്ക്ക് അത്യാവശ്യമാണ്. നല്ല രീതിയിൽ പ്രൊമോഷൻ വേണം. നമ്മുടെ ജോലിയാണത്. അതെങ്ങനെയാണെന്നല്ല, എങ്ങനെയാണെങ്കിലും നമ്മളതിൽ പങ്കാളിയാകണം, ആയേ പറ്റുള്ളൂ. അതിനൊരു സുഖം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു സുഖം കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്കൊന്നും ഒരു ഭാരമായിട്ട് തോന്നില്ല. ഇപ്പം ഞാനിവിടെ കിടന്ന് കട്ടപ്പെട്ട് കിട്ടുന്ന കഞ്ഞിയിലിടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയല്ലോ, കഞ്ചാവ് യൂസിൽ ഞാനിവിടെ കിടന്ന് അതില്ല, സീനില്ല, പടത്തിലില്ല. പടത്തിൽ കട്ട് ചെയ്ത് പോയ സീനാണ്. ഭയങ്കര ഇമോഷണൽ. ദിലീപ് സംസാരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരത്ത് ഞാൻ ദിലീപിനെ പിടിച്ചട്ടിക്കും ചായപ്പിൽ വെച്ചിട്ട്, നീ സംസാരിക്കലോടാ പട്ടി എന്ന് പറയുന്നത് രമണ വിളിക്കുമ്പോഴാ ഫുൾ ഫ്രെയിമിലാണ് ഇപ്പൊ മാത്രം. അപ്പൊ എന്റെ മനസ്സിൽ ഒരു പാവത്താനാണ് ഇയാള്. ഞാൻ വിചാരിക്കും രമണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വിചാരിക്കും ഇവൻ എന്നെ ഇത്ര നാൾ എന്നെ ചതിക്കരുത്, എന്നോട് മറച്ചു വെച്ചില്ലേ പിണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര നിഷ്കളങ്കനെയാണ് ഈ ക്യാരക്ടർ. പിന്നെ ആ വ്യസനത്തിൽ വീടിൻ്റെ അകത്ത് ഒരു വരാന്തയിൽ ഇരുന്ന് ഇതുണ്ട്, അവിടെ ഇരുന്ന് കഞ്ഞി കൊരുട്ടിയെ കുടിക്കാൻ പറ്റുന്നില്ല. ദിലീപ് എൻ്റെ പുറയിൽ വന്നിട്ട് തോളെ കൈ വെച്ച് ഇരിക്കും, കട്ടപ്പടിയിലിരിക്കും. രമണ നിനക്ക് എന്നോട് ദേഷ്യമാണ്. അപ്പം ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവനാണ് ഞാൻ. പിന്നെ ഞാൻ ഇവിടുന്ന് എന്തിനാണ് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ ആലോചിക്കും. മരിക്കാൻ നേരത്ത് ഇത്തിരി കഞ്ഞികളും തന്ന ആളാണ് എൻ്റെ മുതലാളി. ആ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ അന്ന് കഷ്ടപ്പെടുന്നത്. പിന്നെ എത്ര കഷ്ടപ്പെട്ടാലും ശരിയാണ്, ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് കഞ്ഞിയില്ല, അത് കുടിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞ് കരയും. കുറേ ഡയലോഗ് ഉണ്ട്. അത് ഒറ്റ ഷോട്ട് ട്രാക്ക് ഇട്ട് ചെയ്താണ്. കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഇമോഷനാണ്, കണ്ണിന്ന് ഒഴുകി. അത് ഡബ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇവിടെ വന്ന് മദ്രാസിൽ ഡബ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ സിദ്ദിഖിന്റെ റൂമിൽ ഇരിക്കുക, സിദ്ദിഖിന്റെ ഓഫീസിൽ, ഡയറക്ടർ സിദ്ദിഖിന്റെ. സരിത അവിടെ നിന്ന് വിളിച്ചിട്ട് മോഹിനിക്ക് ഡബ് ചെയ്ത സരിതയാണ്, ഊമ പെണ്ണായിട്ട്, ഊമ ശബ്ദം. അപ്പോൾ അവിടെ നിന്ന് പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ കണ്ടു, ഞാൻ ഡബ് ചെയ്ത് സിദ്ദിഖ് ഒരു സീൻ ഞാൻ ഡബ് ചെയ്തു. അപ്പോൾ സിദ്ദിഖ് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഒരു സീൻ കണ്ടിന്, അശോകൻ്റെ ഇങ്ങനെ ഒരു സീൻ ഞാൻ കണ്ടു, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നന്നായി ഡബ് ചെയ്തിട്ടുണ്ടെന്ന്. അതേ അശോകനുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ തന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ അതൊക്കെ അത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതിന് അങ്ങനെ തൂക്കിപ്പോയി. കാരണം വെച്ചാൽ ആദ്യം ഞാൻ വിളിച്ചു, അപ്പം തന്നെ ഞാൻ ഇവനെ വിളിച്ചു, റാഫി ഇങ്ങനെ സരിത് ഇങ്ങനെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് പോകും, ഫോൺ കട്ടായി. പിന്നെ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാനിങ്ങനെ കിടക്കാൻ പറ്റുന്ന, എനിക്ക് ഉറങ്ങാൻ പറ്റണം. കാരണം കൊതിയാണ്, ഒരു ഇമോഷൻ സീൻ ചെയ്യാൻ കൊതിക്കുന്ന സമയമുണ്ട് അതേ. അങ്ങനെ ഞാൻ പിന്നെ അത് പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതില്ല. ഞാൻ റാഫി പടം അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇനിയെങ്കിലും ഇട്ടുവിടത്. ഇനി ഇട്ട അശോനെ കണ്ണുവെക്കും, ഓഡിയൻസ് കണ്ണുവെക്കും. അതല്ല സുഖം. ആ ഒരു ക്യാരക്ടർ അവിടെ ഒന്ന് ഇമോഷൻ ആയാൽ ചിലപ്പോൾ പടത്തിനെ ബാധിക്കും. കാരണം ത്രൂഔട്ട് കോമഡി ചെയ്തുകൊണ്ട് പോകണേ ഞാനാണ് അതിൽ മെയിൻ കോമഡി എന്ന് തന്നെ ഞാനല്ലല്ലോ പറയണത്. ദിലീപ് ഊമയെ തന്നെ അവനൊന്നും പറയാൻ പറ്റുള്ളല്ലോ, ഡയലോഗ് ഞാനല്ലേ പറയണത്. അങ്ങനെ കളിച്ച് വന്നിട്ട് അവസാനം കൊണ്ടൊന്നൊരു ഇമോഷൻ പറഞ്ഞാൽ ചിലപ്പോൾ പടത്തിനെ ബാധിക്കും. അതത് അവരെ കണ്ടുപിടുത്ത് വരുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട് അവള്. അത് വലിയൊരു സീനാണല്ലോ പറഞ്ഞത് അശ്വൻ ചേട്ടൻ. ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞു വന്നതിൽ നിന്ന് കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അല്ല, പറഞ്ഞു വന്നതിൽ തന്നെ കിട്ടി. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വീണ്ടും ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ആ സീൻ നമുക്ക് കിട്ടിയത്. ആ സീനിലേക്ക് അശ്വൻ ചേട്ടൻ ഓടിയെത്തിയത് നമുക്കൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാം. ഇത് കേട്ടിട്ടില്ലല്ലോ, നമ്മളൊക്കെ ഇമോഷണലായി. നമ്മൾ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ അശ്വൻ ചേട്ടൻ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഡയലോഗ്, അന്നത്തെ ഡയലോഗ് ഇപ്പോഴും ഓർത്ത് പറയാന്ന് പറയുന്നത്
അതെ. അത് സിനിമയിൽ പോലും ഇല്ല. സിനിമ കണ്ടിട്ട് പിന്നെ ഓർത്തിരിക്കുകയാണ്. അത് അത്ര ഇഷ്ടപ്പെട്ടോണ്ട് അത് മനസ്സിൽ കിടക്കണത്. ഇപ്പോഴത്തെ ഡയലോഗൊന്നും ആർക്കും ഓർത്തിരിക്കാൻ പറ്റണില്ല. തീർച്ചയായിട്ടും പറഞ്ഞോടിക്കാൻ ഓർമ്മയില്ല. അഭിനയിച്ച സിനിമയുടെ നമുക്ക് ഓർത്തിരിക്കില്ല. അതാണ് പണ്ടത്തെ ഇപ്പോഴത്തെ വ്യത്യാസമാണ് കേട്ടോ. എല്ലാ കാലത്തിന്റെ മാറ്റങ്ങളുണ്ടോ എല്ലാത്തിനും. പിന്നെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ പറഞ്ഞ് സമാധാനിക്കാതെ ഇങ്ങനെ സമാധാനിക്കാറുള്ളൂല്ലേ. ഈ അശ്വൻ ചേട്ടൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാന്ന് പറഞ്ഞല്ലോ. ഈ അശ്വൻ ചേട്ടനിൽ അവിടെ കാണുന്ന ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് തരുന്നത് ഷെയർ ചെയ്യുന്നത് എന്തായിരുന്നു? ലൊക്കേഷനിൽ പോസിറ്റീവിൽ എല്ലാം പോസിറ്റീവ്, പക്ഷെ നമുക്കൊന്ന് ഷെയർ ചെയ്തൊരു സാധനം ഓർത്ത് കൊടുക്കുകയാണെങ്കിൽ സണ്ണി അത് ഓർത്തെടുക്കും. അപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുത്ത സാധനം ഓർത്തെടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത സാധനം അങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഞാനൊന്നാമത് ഈ ഇത്രയും ക്രൗഡിന്റെ ഇടയിലായിരുന്നു. ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു എൻ്റെ സീക്വൻസ് വരുന്ന സമയത്ത്. ആ സമയത്ത് അശ്വൻ ചേട്ടനായിട്ട് അങ്ങനെ അധികം അങ്ങനെ കൂടുതൽ ബ്ലെൻഡ് ആവാൻ സമയം കിട്ടിയിട്ടില്ല. ചെറിയ ചെറിയ ബ്രേക്കുകളിൽ ചില കഥകളോ അല്ലെങ്കിൽ സിനിമയുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഷെയറിങ് ഒക്കെ ആയിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കറക്റ്റ് ചില സമയത്ത് എന്തെങ്കിലും ഡയലോഗ് പറയുന്ന സമയത്തോ അല്ലെങ്കിൽ പൊസിഷനിൽ നിൽക്കുന്ന സമയത്തോ അപ്പോൾ ഒരു നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് നമ്മൾ ചിലപ്പോൾ എന്ത് പറയണം അല്ലെങ്കിൽ നമ്മളെ ഇമോഷനെ എവിടം വരെ അല്ലെങ്കിൽ എങ്ങനെ പോകണം എന്നൊക്കെ ജസ്റ്റൊരു ചെറിയ സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരു അത്രയും സംസാരങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. പിന്നെ ഒന്നാമത് നല്ല ക്രൗഡ് ഉണ്ടല്ലോ, എല്ലാവരും ക്യാരക്ടേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ക്യാമറ അവിടെയും ഇവിടെയും ഒക്കെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒറ്റപ്പാടും മൂലം തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രെയിമിൽ ഇത്ര ആർട്ടിസ്റ്റ് കൊള്ളിക്കാൻ പറ്റാത്ത പോലെ വന്നിട്ടുണ്ട് ഫ്രെയിമില്. ഇവരൊന്നും ഞങ്ങൾ നാലും പിന്നെ എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്നത്, എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്, പിന്നെ ജയൻ, പിന്നെ വേറെ അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നല്ലേ, ഒരുപാട് ആർട്ടിസ്റ്റുകളായിരുന്നു. പിന്നെ ദൂരം ജൂനിയർ ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഒരാളുടെ ഒരു മൂവ്മെൻറ്റോ ഒന്നിനെയും തടസ്സപ്പെടുത്താനും, അതായത് ഓവറോൾ ഷൂട്ടിനെ അല്ലെങ്കിൽ ഓവറോൾ സീനിനെ ബാധിക്കാത്ത രീതിയിൽ. അപ്പം അശോക് ചേട്ടനൊക്കെ അവിടെ സീനിയറായിട്ടുള്ള ഒരാളുണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ചിലപ്പോൾ അത് പറഞ്ഞു, ചിലപ്പോൾ ഒരു വൈഡ് എടുക്കുകയാണെങ്കിൽ തന്നെ അത് എല്ലാവരും കറക്റ്റ് അത് എല്ലാവരും ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം ഇനി ഒരു തെറ്റിക്കൽ ഉണ്ടാകുന്ന വെച്ചിട്ട്. ഈ അച്ചുവായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ, അച്ചുവായിട്ട് ഉണ്ട മുതൽ ഇങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചു. അച്ചുവായിട്ട് ഇരിക്കുമ്പോൾ തന്നെ അശോകൻ ചേട്ടനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു? ഞങ്ങള് ഇതിനെ കുറിച്ചിട്ട് ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ഞങ്ങള് ഈ പടത്തിന് ശേഷം ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് കാണുമ്പോഴൊക്കെ ഈ സിനിമയുടെ കാര്യങ്ങളും ഈ സിനിമയിലത്തെ പരിപാടികളും ഒക്കെ സംസാരിക്കാറുണ്ട്. അല്ലാതെ സംസാരിക്കാൻ നല്ല അടുത്ത ഫ്രണ്ട്സാണ്. അതെ, നിങ്ങൾ നല്ല കമ്പനിയാന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും നല്ല കമ്പനിയാണ് നമ്മൾ കാണുന്നതല്ലേ. നിങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൂടുതലുള്ള ഈ സബ്ജക്റ്റ് അറിയണവർക്കൊക്കെ അറിയാം. ഈ സിനിമ നമ്മൾ അടുത്ത ആൾക്കാർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും ഈ സിനിമയെ കുറിച്ച് ചോദിക്കും, എന്തായി ആ സിനിമ, ആ സബ്ജക്റ്റ് ഭയങ്കര അടിപൊളി പരിപാടിയാണല്ലോ, അതെങ്ങനെ വന്നിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും.